കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന് മറ്റ് 19 ലോക്സഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തതകൾ ഏറെയാണ്. ഭൂമിശാസ്ത്രപരമായും മതപരമായും രാഷ്ട്രീയപരമായുമൊക്കെ വ്യത്യസ്തതകൾ ഏറെയുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. രാഷ്ട്രീയപരമായി മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളെല്ലാം UDFനെ പലതവണ അനുകൂലിച്ച് UDFന് കൈകൊടുത്ത് പാർലമെൻറ്റിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള ലോക്സഭാ മണ്ഡലമാണ്. പക്ഷേ കാസർഗോഡ് താരതമ്യേനെ UDFന് കൈകൊടുത്തിട്ടുള്ളത് വളരെ കുറച്ച് തവണ മാത്രമാണ്. അതും ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് UDF പലതവണയും അധികാരത്തിൽ എത്തിയിട്ടുള്ളത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് അത്തരത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. UDFൻ്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ സർപ്രൈസായി എത്തിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അങ്ങനെ ഇടതിൻ്റെ കോട്ടയായി തന്നെ നിലനിന്നിരുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇന്നലെ പൊട്ടിവീണ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ച ഇടതുപക്ഷ പ്രവർത്തകർക്ക് കണക്കുകൂട്ടലുകളെല്ലാം പാളി. പക്ഷേ ചരിത്രം പറയുന്നതും അല്ലെങ്കിൽ 2014 2009 ഒക്കെ വോട്ട് ഭൂരിപക്ഷം പറഞ്ഞതുമൊക്കെ ഇടതിൻ്റെ കൈവിട്ടു പോകുന്നു കാസർഗോഡ് എന്ന ചരിത്രം തന്നെയായിരുന്നു. കാസർഗോഡ് മണ്ഡലം രൂപീകരിക്കപ്പെട്ട 1957 ആദ്യമായി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് ആയില്യത്ത് കുറ്റ്യേരി ഗോപാലൻ എന്ന AKG ആണ്. സ്വതന്ത്രനായി മത്സരിച്ച B അച്യുത ഷേണായിയെ 51.0% വോട്ട് നേടിയാണ് ആദ്യ തെരഞ്ഞെടുപ്പിൽ AKG തോൽപ്പിച്ചത്. പിന്നീട് നടന്ന 2 തിരഞ്ഞെടുപ്പിലും, അതായത് 1962 67 AKG തന്നെയായിരുന്നു കാസർഗോഡിൻ്റെ നായകൻ. ഹാട്രിക് വിജയത്തോടെ AKG യുഗം കാസർഗോഡ് അവസാനിച്ചെങ്കിലും റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു അന്ന് AKG സൃഷ്ടിച്ചത്. 1967 തെരഞ്ഞെടുപ്പിൽ AKG നേടിയത് 2,06,480 വോട്ടുകളാണ്. ഭൂരിപക്ഷം 1,18,510. ഈ 1 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഭൂരിപക്ഷമാണ് കാസർഗോഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. കോട്ടകൾ തകർക്കാൻ പിൽക്കാലത്ത് UDFനായെങ്കിലും AKGയുടെ കരുത്തിനെ വീഴ്ത്താൻ സാധിച്ചിട്ടില്ല. 1964 പാർട്ടി പിളർന്നെങ്കിലും ഇടതുപക്ഷത്തെ കാസർഗോഡ് കൈവിട്ടിരുന്നില്ല. എന്നാൽ ഈ കോട്ട പൊളിക്കാൻ 1971 കോൺഗ്രസ് ഒരു ചെറുപ്പക്കാരനെ രംഗത്തിറക്കി. കേരള സ്റ്റുഡൻസ് യൂണിയൻ്റെ അന്നത്തെ പ്രസിഡന്റ്, ഇന്നത്തെ ഇടതുപക്ഷ മന്ത്രിസഭയിലെ മന്ത്രിയാണ് അദ്ദേഹം. കേരള കോൺഗ്രസ് എസിൻ്റെ കടന്നപ്പള്ളി രാമചന്ദ്രൻ. കാസർഗോഡ് കൈവിട്ട് പോകില്ലെന്ന ആത്മവിശ്വാസത്തിലൂന്നി CPM പ്രയോഗിച്ച തന്ത്രം അത്തവണ പാളിപ്പോയി. അതുവരെ കണ്ണൂരിൻ്റെ കപ്പിത്താനായ AKGയെ അത്തവണ പാലക്കാട് മത്സരിപ്പിച്ചു. കാസർഗോഡാകട്ടെ EK നായനാരും. വടക്കൻ മലബാറിൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് നായനാർക്ക് കാസർഗോഡ് അടിപതറി. ഇടത് കോട്ട തകർന്നു. കടന്നപ്പള്ളി 28,404 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ MP ആയി. തൊട്ടടുത്ത വർഷവും കടന്നപ്പള്ളിയെ കാസർഗോഡുകാർ വിജയിപ്പിച്ചു. എന്നാൽ കാസർഗോഡുകാർക്ക് അങ്ങനെയൊന്നും ഇടതുപക്ഷത്തെ കൈവിടാൻ സാധിച്ചില്ല. അടുപ്പിച്ച് 2 തവണ കടന്നപ്പള്ളിയെ വിജയിപ്പിച്ചവർ 1980 തിരഞ്ഞെടുപ്പിൽ CPMൻ്റെ M രാവണ്ണ റായിയെ ലോക്സഭയിലെത്തിച്ചു. 73,587 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച M രാവണ്ണ ജനതാ പാർട്ടിയുടെ O രാജഗോപാലിനെയായിരുന്നു തോൽപ്പിച്ചത്. അന്നു മുതൽ ഹൈന്ദവ സമുദായങ്ങളെ ഏകോപിപ്പിക്കുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇടം നൽകി തുടങ്ങി കാസർഗോഡ്. പക്ഷേ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ I രാമറായി 11,369 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ CPMൻ്റെ ബാലനന്ദനെ തോൽപ്പിച്ചു. പിന്നീട് 1989 മുതൽ 2014 വരെ നടന്ന 8 തെരഞ്ഞെടുപ്പിലും CPMൻ്റെ ചെങ്കൊടി തന്നെ കാസർഗോഡ് പാറി. 2019 തെരഞ്ഞെടുപ്പ് ഫലത്തോടെ ഇടതുപക്ഷത്തിന് അടിപതറി. സർപ്രൈസ് സ്ഥാനാർത്ഥിയായി വന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ ചരിത്രം തിരുത്തി. അത്ര പേടിക്കേണ്ടെന്ന് CPM കരുതിയ ഉണ്ണിത്താൻ്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ CPM സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ വീണു. 40,438 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കാസർഗോഡ് ഉണ്ണിത്താൻ പിടിച്ചെടുത്തു. പക്ഷേ നേരത്തെ തന്നെ ഇടതിൻ്റെ ആധിപത്യം കുറയുന്നതിൻ്റെ സൂചനകൾ മുൻകാല തെരഞ്ഞെടുപ്പിൽ കാണാമായിരുന്നു. മണ്ഡല രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ, അതായത് 2009 CPMൻ്റെ P കരുണാകരൻ 3,85,522 വോട്ടുകൾ കരസ്ഥമാക്കി കോൺഗ്രസിൻ്റെ ഷാഹിദ കമാലിനെ തോൽപ്പിച്ചു. 3,21,095 വോട്ടുകൾ കരസ്ഥമാക്കിയ ഷാഹിദയെ 64,427 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കരുണാകരൻ തോൽപ്പിച്ചത്. BJPയുടെ K സുരേന്ദ്രൻ 1,25,482 വോട്ടുകളാണ് അന്ന് നേടിയത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള K സുരേന്ദ്രൻ്റെ കടന്നുവരവ് കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. 2014 തെരഞ്ഞെടുപ്പിൽ P കരുണാകരനെ തന്നെയാണ് CPM കളത്തിലിറക്കിയത്. എന്നാൽ കഴിഞ്ഞ തവണത്തെക്കാൾ വലിയ ഭൂരിപക്ഷ ഇടിവാണ് സംഭവിച്ചത്. 3,84,964 വോട്ടുകൾ നേടിയ P കരുണാകരൻ വിജയിച്ചപ്പോൾ
കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നേടിയത് 3,78,043 വോട്ടുകളാണ്. ഭൂരിപക്ഷം 6,921 നേരെ താഴെ കുറഞ്ഞു. കെ സുരേന്ദ്രനാകട്ടെ 1,72,826 വോട്ടുകൾ നേടി നില മെച്ചപ്പെടുത്തി. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നീ മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കല്യാശ്ശേരി എന്ന നിയമസഭാ മണ്ഡലങ്ങളും ചേർന്നതാണ് കാസർഗോഡ് ലോക്സഭ. കാസർഗോഡും മഞ്ചേശ്വരവും ലീഗിൻ്റെ MLA-മാരും ബാക്കിയുള്ള ഇടങ്ങളിൽ CPM-ഉമാണ് ഭരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാസർഗോഡ് ചുവപ്പ് കൊടി തന്നെയാണ് പാറിപ്പിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒന്നാകെ പോളിംഗ് ശതമാനം വളരെ കുറവായിരുന്നു. അതിൽ നേരിയ തരത്തിലുള്ളൊരു ഭയവും UDF-നെ സംബന്ധിച്ചുണ്ട്. കാരണം പോളിംഗ് ശതമാനം കുറയുമ്പോൾ കൃത്യമായ കേന്ദ്ര സംവിധാനത്തിലൂടെ ഇടതുപക്ഷം തങ്ങളുടെ വോട്ടുകളെല്ലാം കൃത്യമായി എത്തിച്ചാൽ കുറഞ്ഞ വോട്ടുകൾ കാര്യമായ രീതിയിൽ ബാധിക്കുവാൻ പോകുന്നത് കോൺഗ്രസിനെ തന്നെയാകും എന്ന പൊതുവെ ഉള്ളൊരു ബോധം തന്നെയാണ് കോൺഗ്രസിനെ ഇക്കുറി നല്ല ഭയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അവിടെ കാസർഗോഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാൾ, അതായത് 2019 തരംഗത്തിൻ്റെ പുറത്ത് കോൺഗ്രസിന് നേടിയ വോട്ടിംഗ് ശതമാനത്തെക്കാൾ കുറവായിരുന്നു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ഉണ്ടായിരുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 80.65% വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത്. എന്നാൽ 2024 വരുമ്പോൾ 76.04% വോട്ടുകളാണ് അവിടെ പോൾ ചെയ്യപ്പെട്ടത്. അതായത് 4.05% വോട്ടിൻ്റെ കുറവാണ് 2024 വരുമ്പോൾ കാസർഗോഡ് പോൾ ചെയ്യപ്പെട്ടത്. അവിടെ പുതിയ വോട്ടർമാർ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, പുതിയ വോട്ടർമാരായി വന്നിട്ടുള്ളത് 13,198 അതായത് പുതിയ വോട്ടർമാർ 13,198 ഉണ്ടായിട്ട് പോലും 2019 പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു 2024. 2019 അവിടെ പോൾ ചെയ്യപ്പെട്ട വോട്ട്, കാസർഗോഡ് പോൾ ചെയ്യപ്പെട്ട വോട്ട് 11,51,000 വോട്ടുകളാണ്. എന്നാൽ 2024 വന്നപ്പോൾ അത് 11,13,349 വർദ്ധിച്ചു. അതായത് വോട്ട് ചെയ്യപ്പെട്ടവരുടെ എണ്ണം വർദ്ധിക്കുന്നു, പുതിയ വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നു. എന്നിരുന്നാൽ പോലും വോട്ടിംഗ് ശതമാനം കുറയുന്നു. അതിന് പല കാരണങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ചൂടും അങ്ങനെയുള്ള കാരണങ്ങളാണ്. പക്ഷേ ഇടതുപക്ഷത്തിന് പോളിംഗ് ശതമാനം കുറയുമ്പോഴൊക്കെ ഒരു ആത്മവിശ്വാസം കൂടാറുണ്ട്. ആ ആത്മവിശ്വാസം കാസർഗോഡ്, അതും തങ്ങളുടെ ഇടത് കോട്ടയായ ഇടതുപക്ഷത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടകളിലൊന്നായ കാസർഗോഡ് തന്നെ പോളിംഗ് ശതമാനം കുറയുമ്പോൾ അവിടെ ഇക്കുറി രാജ്മോഹൻ ഉണ്ണിത്താൻ അടിപതറും. 2019 തരംഗത്തിൻ്റെ പുറത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു എന്ന വാർത്തയുടെ പുറത്ത് വിജയിച്ചു വന്ന ആളാണ് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് ഇടതുപക്ഷം പറയുമ്പോഴും പോളിംഗ് ശതമാനം കുറഞ്ഞതിന് പ്രധാന കാരണങ്ങൾ ചൂടടക്കമുള്ള സാഹചര്യ പ്രശ്നങ്ങളായിരുന്നുവെന്നും അവിടെ പക്ഷേ വീണ്ടും താൻ തന്നെ വിജയിക്കും, തൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്കിടയിലുള്ള ഇടപെടലൊക്കെ തനിക്ക് അനുകൂലമായ രീതിയിൽ ഒരു തരംഗമായി മാറുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താനുള്ളത്. അവിടെ നിയമസഭയിലേക്ക് പോകുമ്പോൾ നിയമസഭയുടെ കണക്കനുസരിച്ച് മഞ്ചേശ്വരത്ത് 72.79% വോട്ടുകൾ മാത്രമാണ് നടന്നത്. അവിടെ കഴിഞ്ഞ തവണ UDF ലീഡ് നേടിയ BJP 2ാം സ്ഥാനത്ത് വന്ന നിയമസഭാ മണ്ഡലമായിരുന്നു മഞ്ചേശ്വരം. അതായത് ലോക്സഭാ മണ്ഡലത്തിൽ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ കണക്കാണ് പറയുന്നത്. കാസർഗോഡേക്ക് വരുമ്പോൾ കാസർഗോഡ് 72.5%, അവിടെയും BJP 2ാം സ്ഥാനത്ത്. ഉദുമയിൽ 75.68%, അവിടെയും UDF 1ാം സ്ഥാനത്ത്. 75.87% കാഞ്ഞങ്ങാട്, അവിടെ ഇടതുപക്ഷം 1ാം സ്ഥാനത്ത് വരുന്നു. 78.3% തൃക്കരിപ്പൂർ, 80.39% പയ്യന്നൂർ, 72.91% കല്യാശ്ശേരി. ഇവിടെ കാര്യമായ രീതിയിൽ വോട്ടിംഗ് നടന്നിട്ടുള്ളത് പയ്യന്നൂരിൽ മാത്രമാണ്. അവിടെയാണ് ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം ഏറെ. അതും കണ്ണൂർ ജില്ലയുടെ കീഴിൽ വരുന്ന പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടിംഗ് ശതമാനം മറ്റ് നിയമസഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. അത് ഇടതുപക്ഷത്തിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. അത്തരത്തിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളിൽ 50%-ലേറെയും ഇടതുപക്ഷത്തിന് അനുകൂലമായ വോട്ടാണ് എന്ന ബോധ്യം ഇവിടെ CPM-നും CPI-ക്കും LDF-നും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം വളരെ കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അവിടെ ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്ക് വ്യക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് എന്നതാണ്. മണ്ഡലത്തിലെ 57.16% വോട്ടർമാരും ഹൈന്ദവ സമുദായക്കാരാണ്. 35.1% വരുന്ന മുസ്ലിം വോട്ടർമാർ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുവാൻ തക്ക ശേഷിയുള്ളവരും. 7.76% അവിടെ ക്രൈസ്തവ വോട്ടർമാർ. 0.04% ബുദ്ധ വിഭാഗക്കാരും, 0.01% ജൈവമത വിഭാഗക്കാരും, 0.02% സിഖ് മതവിശ്വാസികളുമാണ് കാസർഗോഡ് ഇങ്ങനെ ഇടകലർന്ന് ജീവിക്കുന്നത്. മണ്ഡലത്തിലെ 3.89% വോട്ടർമാർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. 3.1% പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും.
ഇത്തവണ എങ്ങനെയെങ്കിലും തങ്ങളുടെ കോട്ട തിരിച്ചുപിടിക്കുവാനുള്ള ആവേശത്തിലാണ് ഇടത്. പക്ഷേ അതിനുവേണ്ടി CPM രംഗത്തിറക്കിയത് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനെയാണ്. സ്ഥാനാർത്ഥി അത്ര പോരെന്നുള്ള വിലയിരുത്തലുകൾ നടന്നിരുന്നുവെങ്കിൽ പോലും കാസർഗോഡ് പിടിച്ചെടുക്കാനാകുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് LDF ഉള്ളത്. എന്നാൽ കോൺഗ്രസിന് ഇത്തവണ മറ്റൊരു സ്ഥാനാർത്ഥിയെയും പരിഗണിക്കേണ്ടി വന്നില്ല. ഇതിനകം കാസർഗോഡിന്റെ ജനപ്രിയനായി മാറിയ രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ വർഷത്തിലും കൂടുതൽ ഭൂരിപക്ഷം നേടി. BJP പക്ഷേ ഇത്തവണ സുരേന്ദ്രനെ അല്ല, പകരം സുപരിചിതയല്ലാത്ത സ്ഥാനാർത്ഥിയാണ് കളത്തിലിറക്കിയത്. കാസർഗോഡിലെ 6 ഭാഷകൾ സംസാരിക്കുവാൻ കഴിയുന്ന ML അശ്വിനിയാണ് BJP കളത്തിലിറക്കിയത്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനത്തെ സംബന്ധിച്ച പ്രചരണങ്ങളാണ് അവരവിടെ നടത്തിയത്. കാസർഗോഡ് ഇടത് പിടിക്കുമെന്നും വലത് നിലനിർത്തുമെന്നും പ്രവചനങ്ങൾ ഒരുപോലെ വരുമ്പോഴും നിലവിലെ സാഹചര്യത്തിൽ പ്രവചനങ്ങൾക്കും അപ്പുറമാണ് അവിടുത്തെ സാഹചര്യം. ഇവിടെ പ്രധാനമായി കണക്കാക്കേണ്ട ഒരു കാര്യം, അവിടെ 50%-ലേറെ ഹൈന്ദവ വോട്ടുകളുണ്ട്, 35%-ലേറെ മുസ്ലിം വോട്ടുകളുണ്ട് എന്നുള്ളതാണ്. BJPക്കും കോൺഗ്രസിനും ഹൈന്ദവ വോട്ടുകൾ ഭിന്നിച്ചു പോകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. BJPക്ക് കൃത്യമായ വേരുള്ള ഒരിടമാണ് കാസർഗോഡ്. അതുകൊണ്ട് തന്നെ 400 സീറ്റുകളിൽ അധികം സീറ്റുകൾ നേടിക്കൊണ്ട് BJP അധികാരത്തിൽ വരുമെന്ന ഒരു പോസിറ്റീവ് തരംഗം BJPക്ക് ഉള്ളത് കൊണ്ടും BJP അനുഭാവ വോട്ടുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും കാസർഗോഡ് കാര്യമായ രീതിയിൽ വോട്ടുകൾ BJP പിടിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഹൈന്ദവ പ്രതിനിധിയായി നിലനിൽക്കുന്ന ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് ആയതുകൊണ്ടും 50%-ലേറെയും വരുന്ന ഹൈന്ദവ വോട്ടുകൾ ഒരു ഭൂരിഭാഗം BJPക്കും ഒരു വിഭാഗം UDFന് അനുകൂലമായ വിധി എഴുതുമ്പോൾ പിന്നീട് ശ്രദ്ധ വരുന്നത് ന്യൂനപക്ഷങ്ങൾക്കാണ്. ന്യൂനപക്ഷങ്ങൾ അവിടെ കോൺഗ്രസിന് ഒരു N ബ്ലോക്ക് കോൺഗ്രസിന് അനുകൂലമായി നിലനിൽക്കും. അവിടെ മറ്റ് ചെറിയ ഒരു വിഭാഗം മാത്രമാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായി പോകുവാൻ സാധ്യത ഏറെയുള്ളത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഹൈന്ദവ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും മുസ്ലിം വോട്ടുകളുടെയും ഒക്കെ ഒരു വലിയ വിഭാഗം കോൺഗ്രസിലേക്ക് പോകുകയും അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ അനുകൂലമായ ഒരു വിധി വരുവാനുള്ള സാധ്യത ഏറെയുണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താൻ തരംഗത്തിൻ്റെ ഒന്നും പിൻബലമില്ലാതെ വികസന നേട്ടങ്ങളുടെയും രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെയും പിൻബലത്തിൽ കാസർഗോഡ് വിജയിച്ചു വരും എന്ന സർവേ ഫലങ്ങളും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാരും പറയുമ്പോൾ ആത്മവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തളരാതെ കോട്ടയെ സംരക്ഷിക്കുവാൻ കഴിയുന്ന കരുത്ത് നേടിക്കൊണ്ടായിരുന്നു ഇക്കുറി കാസർഗോഡ് ഇടതുപക്ഷം കളത്തിലിറങ്ങിയത്. അതിൽ തികഞ്ഞ ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഇടത് കോട്ടകൾ കാര്യമായി തന്നെയുണ്ട്. ബൂത്ത് തിരിച്ചുള്ള കണക്കുകൾ അവർക്ക് ആത്മവിശ്വാസം പകരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് കാസർഗോഡ് തങ്ങളുടെ 12 സീറ്റുകളിൽ ഉൾപ്പെടുത്തി ഇടതുപക്ഷം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം തങ്ങളുടെ 12 സീറ്റുകളിൽ കാസർഗോഡിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം BJPക്കും വിശ്വാസം വളരെയേറെയാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കരങ്ങൾക്ക് കരുത്തു പകരുവാൻ കാസർഗോഡൊപ്പം ഉണ്ടാകും. സുരേന്ദ്രനെ പിന്താങ്ങിയതിനേക്കാൾ കൂടുതൽ വോട്ടുകളിൽ ML അശ്വിനെയും പിന്താകുമെന്ന ആത്മവിശ്വാസം BJPക്കുമുണ്ട്. ഇനിയും കളം നിറഞ്ഞു, കളത്തിലെ പോരാട്ടം അവസാനിച്ചു, വിധിയും ജനം തീരുമാനിച്ചു കഴിഞ്ഞു. ബാലറ്റ് പെട്ടിയിൽ ആർക്കനുകൂലമായ വിധിയാണ് ജനം തീരുമാനിച്ചിരിക്കുന്നതെന്ന് സർപ്രൈസാണ്. നിങ്ങൾക്കും ഊഹിക്കാം ആരായിരിക്കും കാസർഗോഡിൻ്റെ മന്നനായി മാറുവാൻ പോകുന്നത്. നിങ്ങളുടെ പ്രവചനങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.